ചുമ്പയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Good morning to all of you. നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അനാംചി മുംബൈ का अपना റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. നമ്മുടെ ഗായകരുടെ നാടൻ പാട്ട് ഇനങ്ങൾ ആസ്വദിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, ശ്രീ കാവാലം ശ്രീകുമാർ, ഉത്തര ഉണ്ണി. So the next contestant നമ്മൾ വിളിക്കാൻ പോകുന്നത് സിദ്ധാർത്ഥ് നായർ. ഈ വാളൊക്കെ എടുത്തിട്ട് എന്താ പരിപാടി? അടുത്ത് വരുമ്പോ കൊത്തു. Okay, so Siddharth, are you nervous? Sure? Tired ആണ്. അതൊക്കെ പാട്ട് വരുമ്പോ ഒരു എനർജി വരില്ലേ? ഇവിടെ കണ്ടില്ലേ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ നെർവസും ടയർഡ് ആയിട്ട് വരുമ്പോ ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു സ്പെഷ്യൽ എനർജി അല്ലേ? സോ ഗോ ഓൺ, ഫുൾ എനർജി. ഓക്കെ, വിഷ് യു. കുറുമ്പക്കാവിലൊമ്മേ ശ്രീ കൊടുങ്ങല്ലൂരിൽ വാഴുമമ്മേ, ശ്രീ കുറുമ്പക്കാവിലൊമ്മേ ശ്രീ കൊടുങ്ങല്ലൂരിൽ വാഴുമമ്മേ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. നാരികനെ കൊന്നുകൊല വിളിച്ചൊരു കാളി എഴുന്നള്ളി താഴെക്കാവിൽ വള്ളപ്പുല എന്റെ കൊച്ചുകുടിലിൽ വന്നമ്മേ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. പാദം വീശന്നു തളർന്നു കാളി ഭഗവതി നല്ലമ്മ, വള്ളൊത്തി കണ്ടറിഞ്ഞു മനം കൊണ്ടൊരു പാവം പെണ്ണല്ലേ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. എന്തുണ്ട് എന്തുണ്ട് ഈ വന്ന പെണ്ണിൻ വിശപ്പടക്കാൻ, ഏനെന്റെ പുലക്കളിയെ നീയൊന്നും ഒഴിഞ്ഞാലോ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. ഉണ്ടല്ലോ ചൊമ്പച്ചുണ്ടനാറ് ചെത്തിക്കറിക്കണ ചത്തുകള്, കുട്ടാട് നെല്ലുവറുത്ത് ചാട്ടുവിട് എന്റെ കെട്ടിയോനെ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. ഉള്ളം തേളിഞ്ഞു കൊടുത്തു കള്ളിന്റെ വെള്ളം കുടിച്ചമ്മ, കുട്ടാട് നെല്ലു വറുത്ത് ചാട്ടുവിതൊക്കെ തിന്നമ്മ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. ദാഹം വിശപ്പു ശമിച്ച് ക്ഷീണവും മാറിയ നേരത്ത് വൾവത്തി വൾവനും കൂടി ദർശനം നൽകി നല്ലമ്മ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. എന്നെ കാണാൻ കൊടുങ്ങല്ലൂരമ്പലം തന്നിൽ വരണ്ട ദേവാനി, ഒരു തിരി കത്തിച്ചു വെച്ചു വിളിച്ച എഴുന്നള്ളും നല്ലമ്മ. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. ഏനുമൻ പൂലക്കളിയും കൊടുങ്ങല്ലൂരമ്പലം തന്നിൽ വരാം, മുടിയടിച്ചിട്ടഴിച്ചാടി പുലഞ്ഞു വരായേ കാവുതീണ്ട. തകതാരിതനന്താരോ 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 തകതാരിതനന്താരോ. സിദ്ധാർത്ഥ്, ഇതാണോ ടയേർഡ്? ടയേർഡാണെന്ന് തോന്നിയോ? ഈ ടയേർഡ് ആവുമ്പോഴാണ് ഇങ്ങനെ തുള്ളോ. ഓക്കെ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് സ്ട്രേറ്റ് അവേ ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഉത്തര മാം. നന്നായിരുന്നു സിദ്ധാർത്ഥ്. താങ്ക് യു. കുറച്ച് നെർവസ് ആയിരുന്നോ? വന്നപ്പോ തൊട്ട് അവസാനം വരെയും ഒരു ചെറിയൊരു പേടി ഉള്ളിലുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിരുന്നു. അതല്ലാണ്ട് ബാക്കിയെല്ലാം ശ്രീകുമാർ സർ. പേടി ഉണ്ടോന്നുള്ളത് മുഖം കാണാൻ വയ്യാത്തോണ്ട് പേടി ഉണ്ടോന്ന് അറിയാൻ വയ്യായിരുന്നു. മുടിയിട്ടങ്ങ് മറച്ചു. ഉണ്ടെങ്കിൽ പ്രേംനസീർ ഈ സ്വരമൊക്കെ പാടുമ്പോൾ വലിയ ദാസേട്ടൻ ഭയങ്കര സ്വരമൊക്കെ പാടുന്ന സാധനമുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ സ്വർഗനന്ദിനി എന്നൊക്കെ പറഞ്ഞ സാധനം വരുമ്പോഴത്തേക്കും നായികയുടെ മുടിയിലോട്ട് മുഖം ഒളിക്കുന്ന പറയുന്നു. കാരണം ഇതെല്ലാം വായിൽ കൊള്ളിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ഫീലായിരുന്നു.
ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ശരി, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, നമ്മൾ ആദ്യത്തെ ആ പാട്ട് മുതൽ ഇന്ന് വരെ ഇരിക്കുമ്പോൾ ഉള്ള കിട്ടുന്ന നമ്മൾ ഏതോ ഒരു ലോകത്താണ്. വിഷ്വൽ ട്രീറ്റും ഓഡിയോ വോയിസും എല്ലാം ഒരു ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഒരു ഷോ ആണെന്നുള്ളത് ഓരോ പാട്ടും കഴിയുമ്പോഴും നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ജനാർദ്ദനൻ സർ. മൊത്തം ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും ദേവി കോമരം ആടിത്തുള്ളുന്നു. കോമരങ്ങൾ തല വെട്ടിപ്പൊളിക്കുന്നത്, തെയ്യങ്ങൾ തീയിലൂടെ ഓടുന്നതെല്ലാം ഒരു ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണത്രേ. ഇത് കാണുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ നന്മയും സ്നേഹവും ആർദ്രതയും കരുണയൊക്കെ ഉണ്ടാവും, ജനിക്കപ്പെടും. കാരണം ഈ വിഷ്വൽ, ഈ പാട്ട്, ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ, അതിമധുരമായ സംഗീതം, ഇതെല്ലാം സമൂഹത്തിൻ്റെ നന്മയാണ് ഉണ്ടാക്കുന്നത്. ആ നന്മയുണ്ടാക്കാൻ ശ്രമിച്ചതിനെ വളരെയേറെ അഭിനന്ദനങ്ങൾ. സിദ്ധാർത്ഥ്, റിലാക്സ്. മാർക്സ്. ഓക്കെ. ഉത്തര മാം. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയ കോസ്റ്റ്യൂം വളരെ നന്നായിരുന്നു. Thank you, വളരെ കഷ്ടപ്പെട്ടുണ്ടാവില്ല എല്ലാം ഇങ്ങനെ ഇതുപോലെ എടുക്കാനായിട്ട്. നന്നായിരുന്നു. എന്റെ മാർക്ക് 7 out of 10. ശ്രീകുമാർ സർ. 45-ൽ 34. ജനാർദ്ദനൻ സർ. മോനു 45-ൽ 34 മാർക്ക്. ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി പങ്കെടുത്ത ഭാഗവത സപ്താഹം മുംബൈയിൽ. മുംബൈയുടെ പ്രാന്തപ്രദേശമായ ഡോംബിവില്ലി പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഗുരുവായൂർ മുൻ മേശാന്തി മൂർക്കന്നൂർ ഹരിനമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹം നടന്നു. നവധാഭക്തിയെക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ നവധാഭക്തിയിലൂടെ നമ്മൾ ആർജിക്കേണ്ടത് ആ ഭഗവാന്റെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അത് തന്നെയാണ് വിജയദശമി എന്ന് പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും പൊന്നുഗുരുവായൂരപ്പൻ്റെ ദിവ്യമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ ഭാഗവതത്തെ അറിയാനും ആസ്വദിക്കാനും അനുഭവിക്കാനും അനുസന്ധാനം ചെയ്യാനും എല്ലാവർക്കും ഭാഗ്യം വന്നിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നിരക്ഷരതയിൽ നിന്നും അക്ഷര വെളിച്ചം കണ്ട വിജയദശമിക്ക് ശേഷം തിന്മയെ വെടിഞ്ഞ് നന്മയിലേക്കുള്ള വെളിച്ചം നൽകുന്ന നാളുകളായി ദീപാവലി ദിനങ്ങൾ. ഭാഗവത കൃഷ്ണൻ്റെ കഥകൾ നിരന്തരമായിട്ട് കേൾക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എല്ലാ ദുർവാസനകളും തീർന്ന് ജ്ഞാനത്തിൻ്റെ ആ ദിവ്യമായിട്ടുള്ള പ്രകാശം ദീപാവലി നാളിൽ ഒരു ദീപം എങ്ങനെ ഭംഗിയോടുകൂടി ജ്വലിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളതായിട്ടുള്ള ആ ജ്ഞാനസൂര്യൻ, ആ ജ്ഞാനപ്രകാശം എല്ലാവരിലും എത്തിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുമാറാകട്ടെ. ഭാഗവത സംഗീതം ഭക്തിയുടെ മുക്തിയിലേക്ക് നയിക്കുന്നു. തമസ്സിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ആഘോഷ സങ്കല്പമാണല്ലോ ദീപാവലി. സംഗീതപരമായിട്ടും ഭാഗവതത്തിൻ്റെ പ്രയുക്തതയിലും ആ കലാമണ്ഡലത്തിൽ പഠിച്ചത് വളരെ ഉപകാരമായി തീർന്നിട്ടുണ്ട്. ഇത് ജനങ്ങൾ വളരെ ഭക്തിയുടെ അംശത്തിലേക്കും എത്തിച്ചേരാൻ സംഗീതം വഴി സാധിക്കുന്നുണ്ട്. വേറിട്ട ആവിഷ്കാരവും അരങ്ങിന്റെ പൊളിച്ചെഴുത്തും കൊണ്ട് ശ്രദ്ധ നേടിയ ഖസാക്കിന്റെ ഇതിഹാസം ഇതാദ്യമായി മുംബൈ നഗരത്തിൽ. എന്നാൽ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവിഷ്കാരത്തിന്റെ പ്രദർശനം തടഞ്ഞുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധി മുംബൈയിലെ നാടകപ്രേമികളെ നിരാശരാക്കിയിരിക്കുകയാണ്. കോടതി വിധിയെ തുടർന്ന് മുംബൈയിലെ പ്രദർശനം അനിശ്ചിതത്വത്തിലാണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ശുഭാപ്തി വിശ്വാസത്തിലാണ് സംഘാടകർ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന ദൃശ്യവിസ്മയത്തിനായി മുംബൈ ഒരുങ്ങിക്കഴിഞ്ഞു. വാഷി കേരള ഹൗസിൽ ചേർന്ന സംഘാടകരുടെ പ്രത്യേക യോഗത്തിൽ മുംബൈയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, യുവ കലാകാരന്മാർ എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. മുംബൈയിലെ നാടകപ്രേമികളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് നാടകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തരമൊരു നാടകത്തിന് നഗരത്തിൽ വേദിയൊരുക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് ഈ രംഗത്തെ പ്രമുഖർ അഭിപ്രായം പങ്കുവച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയൊരു മെന്റൽ ബ്ലോക്ക്, ഒരു ദശാബ്ദത്തിലധികം നീണ്ടുവരുന്ന വലിയൊരു മെന്റൽ ബ്ലോക്കാണ് ഈ ചരിത്രപരമായിട്ടുള്ള ഈ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്
നമുക്ക് എത്ര ചിന്തിച്ചാലും നമുക്ക് മതിയാവില്ല. ഏറ്റവും വലിയൊരു പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിലായിരിക്കും മുംബൈയിലും ഖസാക്കിന്റെ ഇതിഹാസം അരങ്ങേറുക. പുതുമയേറിയ നാടകത്തിന്റെ പുത്തൻ പ്രവണതകൾ ഉപയോഗിച്ച് ഇന്ത്യൻ നാടകവേദിയിലൂടെ ശ്രദ്ധേയനായ ദീപൻ ശിവരാമനാണ് സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നുമായി മുംബൈയിലെത്തുന്നത്. അതൊരു പുതിയൊരു വായനയാണ് ഖസാക്കിന്റെ ഇതിഹാസം. അത് നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഖസാക്കിനോളം കിടപിടിക്കാവുന്ന മറ്റൊരു കൃതി അതിനുശേഷം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 40ഓളം കലാകാരന്മാരും നാടക സാമഗ്രികളും സാങ്കേതിക സംവിധാനങ്ങളുമായി വലിയൊരു സംഘത്തെയാണ് ഇതിനായി നഗരം കാത്തിരിക്കുന്നത്. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഈ നാടകം നവി മുംബൈയിൽ നവംബർ 11, 12, 13 തീയതികളിലായിരിക്കും പ്രദർശിപ്പിക്കുക. മുംബൈയിലെ മലയാളികൾക്കിടയിൽ മലയാള തനിമ കാത്തുസൂക്ഷിക്കാനും ജന്മനാടിന്റെ ശ്രേഷ്ഠമായ പൈതൃകവും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള പരിശ്രമങ്ങൾ കൂടിയാണ് നഗരത്തിലെ മലയാളി സംഘടനയുടെ പ്രവർത്തനങ്ങൾ. ഇതിന്റെ പ്രധാന വേദിയായി മാറിയിരിക്കുകയാണ് നഗരത്തിലെ ഓണാഘോഷങ്ങൾ. ന്യൂ ബോംബെ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. ജനറൽ സെക്രട്ടറി ബാബുരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. സമാജത്തിന്റെ മുന്നിലെത്തുന്ന മലയാളികളുടെ പ്രശ്നങ്ങൾ സമാജം ഇടപെടുകയും സഹായ സഹകരണങ്ങൾ. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിനിമാ സീരിയൽ നടി ഊർമിള ഉണ്ണി, ഉത്തര ഉണ്ണി, സോണിയ മൽഹാർ തുടങ്ങിയ പ്രശസ്തർ പങ്കെടുത്തു. എന്റെ മാത്രമെന്നുള്ള സ്വാർത്ഥത വെടിഞ്ഞ് എല്ലാ ആഘോഷങ്ങളിലും ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹ കൂട്ടായ്മ ജീവിതത്തിലുടനീളം നിങ്ങൾ കാണിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമുക്ക് എന്നും ഓണമാണ്. തുടർന്ന് സമാജം മെമ്പർമാരുടെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മനോജ് മാളവിക നിയന്ത്രിച്ച ചടങ്ങിൽ മുൻ മേയർ സാഗർ നായിക്, സഖാവ് PR കൃഷ്ണൻ, ഭൂപേഷ് ബാബു, ശശി ദാമോദരൻ, മാത്യു തോമസ്, സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. മുംബൈ താനെ ജില്ലയിലെ താക്കുള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനശക്തി ആർട്സ് സിൽവർ ജൂബിലിയുടെ നിറവിൽ. കേരളം ഒരു പരാശ്രയ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യാതിഥിയായി സംസാരിച്ച ഡോക്ടർ ഗോവിന്ദവർമ്മരാജ പറഞ്ഞു. മുംബൈയിൽ ജനശക്തി ആർട്സിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കോഴിക്കോട് സർവകലാശാല ഫോക്ലോർ വിഭാഗം മുൻ മേധാവി. ഒരു പൂ വേണമെങ്കിൽ അന്യസംസ്ഥാനത്ത് വേണം, അരി വേണമെങ്കിൽ, ഒരു ഏത് ധാന്യം വേണമെങ്കിൽ ഗുൽബർഗയിൽ നിന്നൊക്കെയാണ് അവിടെ ധാന്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം ആശ്രയിച്ചു കഴിയുന്ന ഒരു പരാശ്രയ ജീവിയായി മാറുന്ന ഒരവസ്ഥ കേരളക്കാർക്കുണ്ട്. രജത ജൂബിലിയുടെ ഭാഗമായി
അത്തംദിനത്തിൽ സംഘടിപ്പിച്ച ഗ്രഹാങ്കണ പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. ചെയർമാൻ കെ ചന്ദ്രൻ, പ്രസിഡന്റ് ജീവരാജൻ, സെക്രട്ടറി ബാബുരാജൻ, കൺവീനർ ടി കെ മുകുന്ദൻ തുടങ്ങിയവർ ഈ ജനകീയ പ്രസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് അംശു മുമ്പ് ഗോൾഡൻ വോയ്സ് ഗായകനും കണ്ണൂർ താവം ഗ്രാമവേദിയും ചേർന്നൊരുക്കിയ നാടൻപാട്ട് സംഗീത വിരുന്ന് ഹൃദ്യമായി. തലമുറകളായി ഏറ്റുപാടിയ ഈരടികൾ താളമേളങ്ങളുടെ അകമ്പടിയോടെ നഗരത്തിൽ പുനർജനിച്ചപ്പോൾ ആടിയും പാടിയും ആഘോഷമാക്കുകയായിരുന്നു പുതിയ തലമുറ. ഗൃഹാതുരത ഉണർത്തിയ നാടൻ ശീലങ്ങൾ ഏറ്റുപാടിയും ആടിത്തിമിർത്തും ഇവരെല്ലാം ഒരു കാലഘട്ടത്തിന്റെ വായ്ത്താരിയായ വരികളെ അനശ്വരമാക്കുകയായിരുന്നു. നിറഞ്ഞ സദസ്സിന് ആവേശം പകർന്നുകൊണ്ട് ഗോൾഡൻ വോയ്സ് ഗായകരും താവം ഗ്രാമവേദിയും കാഴ്ചവെച്ച നാടൻ ശീലുകൾ ജനശക്തിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തിളക്കം കൂട്ടി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിന് ഉന്മേഷം പകരുന്നതായിരുന്നു മുംബൈയിലെ പ്രതിഭകളും നാടൻപാട്ട് കലാകാരന്മാരും ചേർന്നൊരുക്കിയ സംഗീത സന്ധ്യ. ഫാസിസ്റ്റോടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക്